സാങ്കേതിക സർവകലാശാലയുടെ ഭരണപരവും അക്കാദമികവുമായ എല്ലാ കാര്യങ്ങളും ടെക്നോപാർക്കിലെ സ്വകാര്യ കമ്പനിയുടെ സോഫ്റ്റ്വെയർ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനോടകം 2.5 കോടിയോളം രൂപ സ്വകാര്യ കമ്പനിക്ക് സേവന ഫീസ് ഇനത്തിൽ നൽകി കഴിഞ്ഞു. പലപ്പോഴായി ചെയ്ത സോഫ്റ്റ്വെയർ നവീകരണത്തിനും വാർഷിക മെയിന്റനൻസിനുമായി കഴിഞ്ഞയാഴ്ച സ്വകാര്യ കമ്പനി പണം ആവശ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞത്. വ്യക്തമായ SRS രേഖകളില്ലാതെ പണം നൽകാനാകില്ലെന്ന് ഈ ഗവേണിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നിലപാടെടുത്തു. പണം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമെന്നും സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്ന് കമ്പനിയും സർവകലാശാലയെ അനൌദ്യോഗികമായി അറിയിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെടുന്ന പല നവീകരണങ്ങളും സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ചെയ്തു നൽകുന്നില്ല. ചോദ്യപേപ്പർ മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും അടക്കമുള്ള കാര്യങ്ങളും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാരുടെ എണ്ണം 15-ൽ താഴെയാണ്. സ്വന്തമായ ഒരു IT സെൽ പോലുമില്ല. നിലവിലെ ഈ ഗവേണിംഗ് സംവിധാനത്തിന്റെ സർവ്വനിയന്ത്രണവും സ്വകാര്യ കമ്പനി കൈയടക്കി വെച്ചിരിക്കുന്നു. രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പോലും സ്വകാര്യ കമ്പനി നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരാണ് ചെയ്തു നൽകുന്നത്. ആശങ്കയുണർത്തും വിധം ദുരൂഹതകൾ നിറഞ്ഞതാണ് സാങ്കേതിക സർവകലാശാലയിലെ ഈ ഗവേണിംഗ് സംവിധാനം. സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി വേഗത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർണ്ണമായും സ്തംഭിക്കും. ജോജോ ജോസഫ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.